എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നാട്ടുമാങ്ങയാണ്. കണ്ടോ, ഇത്രയും വളരെ ചെറുതായത്. അപ്പോൾ ഈ നാട്ടുമാങ്ങ വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 6 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഈ തൊലി ഇളക്കി കളയാം. ഇതുപോലെ എൻ്റെ തൊലിയെല്ലാം ഇളക്കിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് തൊലി ഇളക്കി മാറ്റാം. നമ്മളെടുത്ത മാങ്ങയെല്ലാം തൊലി കളഞ്ഞ് വെച്ചു. നല്ല മധുരമായി മാങ്ങയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി പുളിയൊക്കെ ആകുമ്പോഴേ ചിലപ്പോൾ ശർക്കരപ്പാനിയൊക്കെ കുറച്ച് ഒഴിക്കുന്നത്. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി ഈ മാമ്പഴം നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 6 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ വെള്ളം തിളച്ചു. ഇനി ഇതിൽ മാങ്ങ ഇടാം. രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. 2 തണ്ട് കറിവേപ്പില. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം മീഡിയത്തിൽ ഇടാം. ഒരു പാൻ ചൂടാക്കി അതിൽ അല്പം നെയ്യൊഴിച്ചു. എന്നിട്ട് അതിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇതിനകത്ത് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇത് ചൂടാക്കിയ ഈ ഉലുവ ഇടികല്ലിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് മിക്സിയിലിട്ടാൽ പൊടിയത്തില്ലല്ലോ, വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇടികല്ലിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഉലുവയൊന്ന് പൊട്ടി, ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ സ്റ്റൗ ഓഫാക്കി. ഇനി മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പ് തയ്യാറാക്കാം. അതിന് ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്. ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ 1 കപ്പ് തൈരും കൂടി എടുത്തു. ഈ മാമ്പഴ പുളിശ്ശേരിക്ക് തേങ്ങ അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ ഒരു ചെറിയ ഉള്ളിയും കൂടി അരയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മാങ്ങ നമ്മൾ ആദ്യം ഇട്ടപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലല്ല, വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് വേവാനും ഉപ്പും മഞ്ഞളും ഇതെല്ലാം പിടിക്കാനും വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇനി ഇതിൽ നമ്മൾ അരച്ചു വെച്ച ആ തേങ്ങ ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇതിന് നല്ലൊരു കളറാണ്. പക്ഷെ ആ ഒരു കളറ് വീഡിയോയിൽ വരുന്നില്ല. നേരത്തെ നെയ്യിൽ ചൂടാക്കി പൊടിച്ചെടുത്ത ഈ ഉലുവയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം.
ഈ തേങ്ങ അരച്ചത് ഒന്ന് തിളച്ചു. ഇനി ഇതിൽ തൈര് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കരുത്. ഇനി സ്റ്റൗ ഓഫാക്കാം. ഈ ചട്ടിക്ക് നല്ല ചൂടാണ്, മൺചട്ടി ആയതുകൊണ്ട് നല്ലതായിട്ട് ചൂടായിട്ടായിരിക്കുന്നത്. സ്റ്റൗ ഓഫാക്കി ഈ പാത്രം മാറ്റി വയ്ക്കാം. ഇതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കടുകിടാം. നമുക്ക് കടുകിടാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽമുളകും കൂടി ഇതിലിട്ട് വറുക്കാം. ഈ നെയ്യിൽ കടുക് വറുക്കുമ്പോൾ നല്ല സ്വാദാണ്, ഒരു പ്രത്യേക സ്വാദാണ്. കറിവേപ്പിലയും കൂടി ചേർക്കാം. അങ്ങനെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായി. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിൽ നെയ്യിൽ നമ്മൾ കടുക് വറുത്തൊക്കെ ഇടുന്നത് കൊണ്ട്, ഈ ഒരു പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല സ്വാദാണ്. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.